ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരുപാട് കാഴ്ചകളുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മുടെ ഇവിടെ ഒരു കോളേജ് ഉണ്ട് കേട്ടോ. ആ ഒരു കോളേജിൻ്റെ മുകളിൽ, ഇത് കോളേജ് വന്നിട്ട് നമ്മുടെ ടീംസ് IT പാർക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ദേവിയുണ്ട്. ഒരു ദേവിക്ക് നമ്മുടെ ഇവിടെ ഉള്ളവർ ആരാധിക്കുന്ന ഒരു ദേവിയാണ്. ഞങ്ങളിവിടെ കുന്നത്തമ്മ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ദേ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇങ്ങോട്ട് പോണത്. ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ട് 5 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇങ്ങോട്ട് പോണത്. ഫസ്റ്റ് ടൈം പോകുമ്പോൾ ഞങ്ങൾ വേറെ ഒരു വഴിയാണ് കേട്ടോ പോയത്. അതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പായതുകൊണ്ട് തന്നെ അവരവിടെ മതിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് പോകാൻ പറ്റാതായി. അപ്പോൾ ദേ നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെ വെട്ടി ആൾക്കാർ വീശി പോയി വഴിയാക്കി എടുത്തതാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇതിലും മോശമായിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ ആക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ഇപ്പോഴും അത്ര പെർഫെക്റ്റ് വഴിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായാലും അങ്ങോട്ട് പോകാൻ പറ്റാറില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളവർക്കാണെങ്കിലും പ്രായമായിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു കുന്നൊന്നും പെട്ടെന്നൊന്നും കയറാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ദേ ഇവിടെ 2018 ആ ഒരു സമയത്ത് ഫ്ലഡ് ഉണ്ടായപ്പോൾ മണ്ണൊക്കെ ചെറിയ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുറ്റുമണ്ണ് പോലത്തെ ഒരു മണ്ണാണ് കേട്ടോ. നല്ല ഒട്ടലുള്ളൊരു മണ്ണാണ്. അപ്പോൾ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ വഴുക്കും. അപ്പോൾ നിങ്ങൾക്ക് ദേ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞങ്ങൾ ദേ ഇവിടെ പകുതിക്ക് കയറുമ്പോൾ തന്നെ ദേ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ദേ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടു. ഇനിയിപ്പോൾ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ ചെരുപ്പിട്ട് കയറുമ്പോൾ നമ്മൾ സ്ലിപ്പായിട്ട് വീഴും. ഇവിടെയാണെങ്കിൽ കൂടുതലും മുളകളൊക്കെയാണ്. അപ്പം നമ്മൾ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അതേ നമ്മൾ ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടു. ഞാനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയും അവളുടെ മോളാണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ദേ കുറച്ച് വഴിയൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയറിൽ പിടിച്ചിട്ടൊക്കെ കയറണം കുറച്ച് വഴി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. 2 കൈയും നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ വടി കുത്തിയിട്ടൊക്കെ ഇതാ കയറും കേട്ടോ, നമുക്കൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ദേ കയറിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ഒരു കയറ് കിടക്കുന്നത്. അപ്പോൾ ദേ അതിൽ പിടിച്ചിട്ട് അങ്ങോട്ട് കയറണം. അപ്പോൾ കുറച്ച് വഴിയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ദേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ദേ നമ്മളിപ്പോൾ ദേ കയറിലൊക്കെ പിടിച്ച് ഞണ്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വലിയ പ്രശ്നമില്ല. അപ്പോൾ ദേ നമ്മളിവിടെ എത്തുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി വരുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വഴിയൊക്കെ ഇരിക്കും. കാരണം നമ്മൾ കിതച്ചിട്ടേ. അപ്പോൾ ദേ ഇവിടെ നോക്കുമ്പോൾ നല്ല രസമാണ്. നമുക്ക് സൺസെറ്റൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാം. പിന്നെ ദേ നിറയെ ശീമക്കൊന്നയുടെ മരങ്ങളാണ് കേട്ടോ. ഇപ്പം ഇത്തിരി ചൂടൊക്കെ ആയപ്പോൾ മരങ്ങളുടെ ഒരു പച്ചപ്പൊക്കെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ദേ നമ്മളിങ്ങനെ കയറി ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ അങ്ങോട്ട്. അപ്പോൾ ഫുള്ള് വഴി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. അപ്പോൾ ആ ചുമന്ന പട്ടും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് ദേവിക്ക് വിളക്ക് വയ്ക്കുക. അപ്പോൾ ഇവിടെ ദേവിയുണ്ട്, നാഗദൈവങ്ങളുണ്ട്, പിന്നെ ശിവനുണ്ട്, ഗണപതിയുണ്ട്. അങ്ങനെയുള്ള കുറേ ദൈവങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് ഇവർ പറയണത് കേട്ടോ. നമുക്ക് എത്രത്തോളം ദേവി ഉണ്ടെന്ന് ഷുവറാണ്. കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന എനിക്ക് പോലും ദേവിയുടെ ഒരു ചൈതന്യം നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ അവിടെ ദേവീനെ നമ്മൾ വിളക്ക് വെക്കുന്ന സ്ഥലമൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, ഫോൺ യൂസ് ചെയ്യാനൊരു മടിയാണ് നമുക്ക്. അവിടേക്ക് കൊണ്ട് അതൊക്കെ ഷൂട്ട് ചെയ്യുന്ന എന്തോ എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല. അവിടേക്ക് കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരണം. ഇവിടെ വരെ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നുള്ളൂ, അടുത്തേക്കൊന്നും കൊണ്ടുപോയി കാണിക്കുന്നില്ല. ശരിയല്ല എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ദേ നമ്മളിവിടെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാനൊക്കെ. ഒറ്റയ്ക്കൊന്നും ആരും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഈ വിളക്ക് വയ്ക്കുന്ന ചേട്ടൻ വരും. ആ ചേട്ടൻ മഴയായാലും വെയിലായാലും എല്ലാ ആഴ്ചയിലും ചൊവ്വയും വെള്ളിയൊക്കെ വരും ഇങ്ങോട്ട്. അപ്പോൾ ആൾക്ക് പ്രശ്നമില്ല. പക്ഷെ അല്ലാതെയൊക്കെ ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ആ ദേവി തന്നെ നമ്മളെ വഴിതിരിച്ച് വിടും എന്നൊക്കെയാണ് കേട്ടോ അവിടെ പറയണത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്കിവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വേറൊരു ഫീലാണ് ഇവിടേക്ക് വരുമ്പോൾ. ഇപ്പം എൻ്റെ വീടിൻ്റെ അവിടെയൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് പാതി വഴിയിൽ ഞാൻ ഇരുന്നു. എനിക്ക് അങ്ങോട്ട് ഇറങ്ങണോ മുകളിലോട്ട് കയറി അത് അങ്ങോട്ട് എത്തണോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ആയിട്ട്. ഇനി ഫയർഫോഴ്സിനെ എങ്ങാനും വിളിക്കേണ്ടി വരും എന്നെ ഇവിടെ നിന്ന് ഇറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ എല്ലാവരും കൂടി എന്നെ പിടിച്ച് കയറ്റി. ഇവിടെ സ്ഥിരം വരുന്നവർക്ക് ഈ ഒരു വഴി പ്രശ്നമല്ല. കാരണം അവർ ചെറുപ്പം മുതലേ ഇവിടെ കയറി ഇറങ്ങി പോകുന്നവരാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനത്തെ കുന്നും മലയൊക്കെ ആദ്യമായിട്ടാണ് കയറുന്നത്. വേറൊരു അനുഭവം തന്നെയായിരുന്നു എനിക്ക് ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്